റഹീസ് റഷീദ് പുരി ചേരുകയാണ്. റഹീസ്, റോഷി പറഞ്ഞതുപോലെ പുതിയ വിഷയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടി വരും CPM-ന്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് UDF പ്രധാന പ്രചാരണ വിഷയമാക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ പോലും ഈ ഡീൽ ആരോപണമാണ് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നത്. ഒരു ഭാഗത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ടെങ്കിലും മറുഭാഗത്ത് ഡീൽ ആരോപണം ശക്തിപ്പെടുത്തുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ VD സതീശന്റെ പഴയ പരിപാടിയിൽ പങ്കെടുത്ത വിഷയമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കോലീബി സഖ്യമാണ് പറയുന്നത്. പക്ഷേ ഈ ഡീൽ ആരോപണത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഡീലിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ CPM-ന് അതിനെ പ്രതിരോധിക്കാൻ നുണയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മാറി നിൽക്കാൻ കഴിയുന്നുണ്ടോ? അവിനിത പ്രതിപക്ഷ നേതാവ് ഡീൽ ആരോപണം ഉന്നയിച്ച സമയത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വജ്രായുധം ഡീൽ തന്നെ ആയിരിക്കുമെന്ന് CPM കരുതിയതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും നേതൃത്വത്തിലുള്ള മുഴുവൻ നേതാക്കളും അതിനെതിരായ പ്രതിരോധം തീർക്കുകയും ചെയ്തു. അപ്പോഴും CPM ഇപ്പോൾ കരുതുന്നത് ആ തരത്തിൽ നേരത്തെ വിനീത പറഞ്ഞതുപോലെ ഇത് തെറ്റായ ആരോപണമാണ് എന്ന് പറഞ്ഞു പോയാൽ ആളുകൾ അത് അങ്ങനെ വിശ്വസിക്കുമോ എന്നൊരു ചിന്ത പാർട്ടി നേതാക്കൾക്കുണ്ടായി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ, മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, ഇത്തരം അഗ്രസീവായ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മറുപടി പറയലൊന്നും സാധാരണഗതിയിൽ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടാവാറില്ല. അതൊക്കെ വാർത്താ സമ്മേളനവും വാർത്താക്കുറിപ്പുമായി പുറത്തിറക്കുകയാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ VD സതീശൻ സവർക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ നിൽക്കുന്ന, തിരി തെളിയിക്കുന്ന ഒരു ചിത്രം കൂടി വെച്ചതിന് ശേഷമാണ് ഈ ഡീൽ ആരോപണത്തിന് CPIM-ന്റെ കയ്യിലുള്ള മറുപടി എന്ന രൂപത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി VD സതീശന് RSS-മായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുക മാത്രമല്ല അതിൻ്റെ ചിത്രം കൊടുക്കുന്നു. 2006-ൽ എന്ത് ഡീലായിരുന്നു സതീശനും BJP-യും തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നു. 2001-ലും 2006-ലും BJP-യുടെ RSS-ന്റെ സഹായം ചോദിച്ചിരുന്നു സതീശനെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് പറഞ്ഞിരുന്നു. അതായത് ക്രിസ്റ്റൽ ക്ലിയറായി ഈ ചിത്രം കൂടി വെച്ചിട്ട് അസാധാരണമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നൽകി പ്രതിരോധം തീർക്കുകയാണ് മുഖ്യമന്ത്രി. അതിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം ഇടതണികളിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. അതുകൂടി ഉദ്ദേശിച്ചിട്ടാണ് ഫേസ്ബുക്ക് പേജിൽ അത്തരമൊരു പോസ്റ്റ് ഇട്ടത് എന്ന് വേണം കരുതാൻ.